അതിന് സമസ്ത കേരള ജംഇയ്യത്തിനെ ശക്തിപ്പെടുത്തണം. സമസ്തയെ ശക്തിപ്പെടുത്താൻ വേറൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്നത് പോലെയല്ല നമുക്ക് വലിയ പുണ്യം കിട്ടുന്ന അമല. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ സമസ്ത നിസ്സാരവൽക്കരിക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമസ്തയുടെ കൂടെ പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് സമസ്തയ്ക്ക് വേണ്ടി പൊരുതാൻ, സമസ്തയുടെ ആശയവും ആദർശവും ഉയർത്തിപ്പിടിക്കാൻ ആരും ശ്രമിച്ചാലും അതിന് അളവറ്റ പ്രതിഫലം കിട്ടുമെന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട്, ഹദീസുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോ മുസ്ലിം സാമുദായിക രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനം ദുരുപയോഗം ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ ഏറ്റവും പ്രബലമായ സമസ്ത കേരള ജംഇയ്യത്തുലമയെ ഇകഴ്ത്തി കാണിക്കാനും ദുർബലപ്പെടുത്താനും കിണഞ്ഞ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ ഇരിക്കുന്ന ചാരിയത്തുകാരനായ ഒരു സുഹൃത്ത്. വളരെ ഖേദകരമാണ്. അത് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വളരെ മോശമായ രീതിയിൽ. കാരണം വഹാബിയാണ് അദ്ദേഹം. വഹാബി പ്രസ്ഥാനത്തിൽ മൂടുറച്ചു പോയ സുന്നത്ത് ജമാഅത്തിനോട് അടങ്ങാത്ത കരുപ്പുള്ള ആ വഹാബി പ്രസ്ഥാനത്തിനോട് എന്തും ചെയ്യുന്ന ഈ ഒരു വ്യക്തി തന്റെ രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുലമയ്ക്ക് ദീൻ പഠിപ്പിക്കാനും സമസ്ത കേരള ജംഇയ്യത്തുലമയ്ക്ക് CICയെ പഠിപ്പിക്കാനും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഒരു കാര്യം പറയാം, അത്തരത്തിലുള്ള സെക്രട്ടറി അല്ല, ജനറൽ സെക്രട്ടറി അല്ല, ആരും ശ്രമിച്ചാലും ശരി സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾക്ക് സമസ്ത കേരള ജംഇയ്യത്തുലമ പണ്ഡിതന്മാർക്ക് ദീൻ പഠിപ്പിക്കാനോ അവരോട് ഒന്നിപ്പിക്കാനോ അവർക്കുള്ള ഭിന്നിപ്പ് വളർത്താനോ ശ്രമിച്ചാൽ ആ ശ്രമം സുന്നത്ത് ജമാഅത്തിന്റെ മക്കളെ അനുവദിക്കുന്ന പ്രശ്നമല്ല. പ്രശ്നം ഉണ്ടാക്കിയ കോലിട്ട് വെക്കാം. ഇവിടെ സമസ്തയും മുസ്ലിമും നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യം. CIC പ്രശ്നം പരിഹരിക്കാൻ എല്ലാ യത്നങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഏറ്റവും അവസാന ഘട്ടത്തിൽ ബഹുമാന പാണക്കാട് സയ്യിദ് സാദിഖ് അലി ക്ഷേത്രങ്ങളും PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുൻകൈയെടുത്ത് ബഹുമാനപ്പെട്ട ജഫരി തങ്ങളും MT ഉസ്താദും കൊയ്യോൾ ഉസ്താദും 3-4 തവണ വ്യത്യസ്ത ഹോട്ടലുകളിൽ ഒരു പത്രക്കാരും ചാനലുകാരും അറിയാതെ സ്വസ്ഥമായിരുന്നു ഈ പ്രശ്നങ്ങൾക്ക് അവസാന മധ്യസ്ഥ ശ്രമം നടത്തിയിട്ടുണ്ട്. ഇയാൾ പറയുന്നത് അങ്ങനൊന്നുമില്ല. ഇയാൾ പറയുന്നത് എന്താ വെച്ചാൽ അവരെ കുട്ടി ബന്ധമില്ല സമസ്ത, ഒരു പോണമായി പോയിക്കോട്ടെ, സമസ്ത ഈ ഒഴുക്ക് പോയിക്കോട്ടെ, പിന്നെന്തിനാ ഇനി പുതിയതായിട്ട് ഈ CICയിലെ പ്രശ്നം പറയുന്നത്? എന്തിനാണ് CICയിലെ പ്രശ്നത്തിൽ ഇടപെടുന്നത്? അങ്ങനെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടില്ല, സമസ്തയുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടില്ല. അങ്ങനെ പോണ വഴിക്കാർ പോകാൻ പറ്റൂല. കാരണം സമസ്തയുടെ സ്ഥാപനങ്ങളുമായി എവിടേക്കാണ് CICക്കാർ വേറിട്ട് പോകുന്നത്? സമസ്തയുടെ സ്ഥാപനങ്ങളല്ലേ. ഇവിടെ അവസാനമായി തീരുമാനിച്ച തീരുമാനം കൃത്യമായി മധ്യസ്ഥന്മാരെ അംഗീകരിച്ച് ഒപ്പിട്ട തീരുമാനമുണ്ട്. ആ തീരുമാനങ്ങൾ എന്താണോ? ഒന്നാമത്തെ തീരുമാനം മാത്രം ഞാൻ പറയാം, വളരെ മാന്യമായ തീരുമാനം. കാരണം കുഞ്ഞാലി സാഹിബ് സാധിക്കലത്തൊക്കെ തീരുമാനം ഉണ്ടാക്കുന്നത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന തീരുമാനം. വഫിയ സംവിധാനവും CICയും പൂർണ്ണമായും സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി നടത്തുക. ആർക്കാണ് തർക്കം? പട്ടിക്കാട് ജാമിഅ അറബി കോളേജും ജൂനിയർ കോളേജുകളുണ്ട്, ദാറുഹുദയും അതിന്റെ ജൂനിയർ കോളേജുകളുണ്ട്, നന്ദി ദാറുസ്സലാമും അതിന്റെ ജൂനിയർ കോളേജുകളുണ്ട്, കടവൂർ റഹ്മാനിയ കോളേജും അതിന്റെ ജൂനിയർ കോളേജുമുണ്ട്, അസാദിയ കോളേജും അതിന്റെ ജൂനിയർ കോളേജുമുണ്ട്, അഷ്അരിയ കോളേജും അതിന്റെ ജൂനിയർ കോളേജുകളുമുണ്ട്, അതുപോലെ ഇർഫാനിയ കോളേജും അതിന്റെ ജൂനിയർ കോളേജുകളും. സമസ്തക്ക് ഒരുപാട് വിദ്യാഭ്യാസ ഏജൻസികളുണ്ട്. അതൊക്കെ സമസ്തന്റെ രീതിയിൽ തന്നെയാണ് പോകേണ്ടത്. ആർക്കാ തർക്കമുള്ളത്? സമസ്തയെ വെല്ലുവിളിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം സമസ്ത ഇടപെട്ട് ഒരു പ്രശ്നം തീർക്കാൻ ഇറങ്ങി തിരിച്ചാൽ മധ്യസ്ഥന്മാർക്ക് ഇങ്ങനെ പറയാൻ കഴിയൂ, സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകണം. ഇതുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ എടുത്ത് ആ തീരുമാനങ്ങൾ CICക്ക് കൈമാറിയപ്പോൾ, മുഷാവറ അംഗീകരിച്ച് അവർ കൈമാറിയപ്പോൾ മാത്രമല്ല, കുഞ്ഞാലി സാഹിബ് പറഞ്ഞൊരു വാക്കുണ്ട്, അവസാന ഘട്ടത്തിൽ ഈ തീരുമാനം ഫൈനൽ ചെയ്ത് തീരുമാനിച്ച് ഇനി മുഷാവറ കൂടി അംഗീകരിച്ചാൽ അവർ കൊടുക്കാമെന്ന് വെച്ചപ്പോൾ കുഞ്ഞാലി സാഹിബ് എഴുന്നേറ്റൊരു വാക്ക് പറഞ്ഞു. ഉസ്താദ് പറയുന്നു, ഈ തീരുമാനം മുഴുവൻ CICക്കാർ അംഗീകരിച്ചാൽ പ്രശ്നം ഇതോടെ തീരുമാനം. ഈ സമസ്തയുടെ ഭാഗത്ത് പുതിയ പ്രശ്നം വരുന്നുണ്ടോ? ഇല്ല. അഥവാ ഈ തീരുമാനം നമ്മളൊക്കെ എടുത്ത തീരുമാനം ബഹുമാനപ്പെട്ട സാദിഖ് തങ്ങളുണ്ട്, ഞാനുണ്ട്, നിങ്ങൾ വലിയ വലിയ ആളുകൾ സമസ്തയുടെ ആലിമികൾ മഹാന്മാരുണ്ട്, നമ്മൾ സംയുക്തമായിട്ട് തീരുമാനം ഇനി അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട സാദിഖ് ഋഷി അവരുടെ നേതൃസ്ഥാനം രാജിവെക്കണം. ഓക്കെ, അതും ശരി. അങ്ങനെ എടുത്ത തീരുമാനം അപ്പം നിലവിലുള്ളത്. ആ തീരുമാനം അവർ തള്ളി. അങ്ങനെ നിൽക്കുകയാണ്. ആ പ്രശ്നം പരിഹരിക്കാമെന്ന, അത് നടപ്പാക്കുമെന്ന നിലയിലാണ് നേതാക്കൾ നിൽക്കുന്നത്. എന്നിട്ട് അതിൽ വന്നിട്ട് ഇതൊക്കെ മാറ്റിമറിച്ചിട്ട് കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ആ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടുണ്ട്, അവരെ വഴിക്ക് വിടണം, ഇനി CICന്റെ പ്രശ്നം സമസ്ത ഉന്നയിക്കാൻ പാടില്ല. ആരാണ് ഇയാൾ സമസ്തയെ ഉപദേശിക്കാൻ? എന്നല്ല, ആരാണ് ഇയാൾ പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഉപദേശിക്കാൻ? ആരാണ് ഇയാൾ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉപദേശിക്കാൻ? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുലമയെ വഹാബിയായ ഈ ഷാഫി ചാലിയം ദുർബലപ്പെടുത്താനും ഇകഴ്ത്താനും ഭിന്നിപ്പിക്കാനും മുസ്ലിം സംഘടനകളുടെ സ്വാഭാവികമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിൽ എഴുതുന്നതിന് പകരം തന്റെ
തന്റെ ആദർശം ദുരുപയോഗം ചെയ്തുകൊണ്ട് തന്റെ ആദർശം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ശ്രമം കേരളീയ മുസ്ലിം സമൂഹത്തിന് മുന്നിൽ വരപ്പോകുന്ന പ്രശ്നമേ ഇല്ല എന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പറയാതിരിക്കാൻ നിർവാഹമല്ല. ഇങ്ങനൊന്നും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ആരും ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗിൽ എത്രയോ മുജാഹിദ് നല്ല ഭക്തന്മാരായ മുജാഹിദുകൾ ഉണ്ടായിട്ടുണ്ട്. MK ഹാജി ഉണ്ടായിരുന്നു തിരുരങ്ങാടി, എത്ര നല്ല മുജാഹിദായിരുന്നു, ഒറിജിനൽ മുജാഹിദ്. പക്ഷെ അദ്ദേഹത്തിനറിയാം സമസ്തയുടെ മഹത്വം. മുസ്ലിം ലീഗിന്റെ മഹാഭൂരിപക്ഷം സമസ്തക്കാരാണ്. ഇവിടെ കഴിഞ്ഞ പാർട്ടി സെക്രട്ടറി KP മജീദ് സാഹിബ് ഒരു മുജാഹിദ് ചായവുള്ള ആശയക്കാരനാണ്. മൂപ്പര് തിരുവനന്തപുരം അവിടെ വന്നിട്ടില്ല. എത്ര കാലത്തെ പാർട്ടി ജനറൽ സെക്രട്ടറിയായി. ഈ സ്ഥാനം തങ്ങളുടെ ആദർശം കുത്തിച്ചെലുത്താനും തങ്ങളുടെ വിരോധികളായ സമസ്തക്കാരെ ദുർബലപ്പെടുത്താനും ശ്രമിക്കുക എന്നാൽ അത് അപകടകരമാണ്.